സംസ്ഥാനത്ത് അവസാന മണിക്കൂറിലേക്ക് വോട്ടെടുപ്പ് എത്തുമ്പോൾ കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അവസാന മണിക്കൂറിലേക്ക് കടന്നപ്പോൾ പോളിംഗ് ശതമാനം 60% എത്തുന്ന ഒരു സാഹചര്യമാണ്. 57.87% ഇപ്പോൾ 9 മണിക്കൂർ പിന്നിട്ടപ്പോൾ രേഖപ്പെടുത്തുന്നത്. പോളിംഗ് ശതമാനം കൂടിയതിൻ്റെ പ്രതീക്ഷയിലാണ് മുന്നണികളുമൊക്കെ, സ്ഥാനാർത്ഥികളുമൊക്കെ നല്ല പ്രതീക്ഷയാണ് രേഖപ്പെടുത്തുന്നത്. ഇതിനിടയിൽ കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. 6 മണിയാകുമ്പോൾ വോട്ടെടുപ്പ് അവസാനിക്കും. അതുവരെയുള്ള ഈ ചൂട് കൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് കൂടുതൽ വോട്ടർമാർ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ 60% പോളിംഗ് എത്തുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഇപ്പോൾ 57 നമുക്ക് കണക്കുകൾ 4:20 ആകുമ്പോൾ 57.87% നമുക്കറിയാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് പോളിംഗ്? ശ്രുതി, നമുക്കിപ്പോൾ അവസാന കണക്ക് വിവരം കിട്ടിയിരിക്കുന്നതനുസരിച്ച് 4:15 അപ്പോഴത്തേക്ക് വോട്ടിംഗ് ശതമാനം 58.52. അതായത് കാര്യമായ രീതിയിൽ പോളിംഗ് ഉച്ചയ്ക്ക് ശേഷം നടന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചനയാണ്. ഇനി ഏകദേശം 1 മണിക്കൂർ സമയമാണ് പോളിംഗ് അവസാനിക്കാൻ വേണ്ടിയുള്ളത്. അതിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും, അതായത് എല്ലാ സ്ഥലങ്ങളിലും 60-ന് മുകളിലാണ് പോളിംഗ് നടന്നിരിക്കുന്നത്. അല്ല, 55-ന് മുകളിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. അതേസമയം കണ്ണൂർ, കാസർഗോഡ് തുടങ്ങി പാലക്കാട് ഇങ്ങനെ തുടങ്ങി ശക്തമായ മത്സരം നടക്കുന്ന വടക്കൻ ജില്ലകളിൽ വോട്ടിംഗ് ശതമാനം 60-ന് മുകളിലാണ്. അപ്പോൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 75-ഓളം തന്നെ ഈ 3 സ്ഥലങ്ങളിലും എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരത്ത് ഇപ്പോഴും 56%, ആറ്റിങ്ങലിൽ 59%, കൊല്ലം 56%, പത്തനംതിട്ട 55%, മാവേലിക്കര 56%, ഇങ്ങനെ 56, 55 ആ ലെവലിൽ, അതായത് ഒരു വലിയ ഒരു വർധനയില്ലാതെ ഒരു ശരാശരി വർധനയിലൂടെ മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയും കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ തന്നെയായിരുന്നു. 73% തിരുവനന്തപുരത്തെ വോട്ടിംഗ് ശതമാനം, 74% കൊല്ലത്ത്, പത്തനംതിട്ടയിലും 72% അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യവും കാര്യമായ വോട്ടിംഗ് നടന്നിട്ടില്ല ഇവിടെ എങ്ങും തന്നെ. അത്തരത്തിൽ ഒരു ട്രെൻഡ്, കഴിഞ്ഞ വർഷത്തെ അതേ ട്രെൻഡിലൂടെ തന്നെയാണ് ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. മാത്രവുമല്ല, മറ്റൊരു കാര്യമുള്ളത്, ഈ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള പ്രചരണം, അതായത് ഒരു നിർദ്ദിഷ്ട കാലാവധി അല്ലാതെ വളരെയധികം സമയം രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളായി തീരുമാനിക്കപ്പെട്ടവർക്കൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ തിരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നതും അവർ പോളിംഗ് ബൂത്തുകൾ, ചില സ്ഥലങ്ങളിലൊക്കെ പോളിംഗ് ബൂത്തുകളിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നതും. നഗരപ്രദേശങ്ങളിലെ ബൂത്തുകളിലുള്ള ആളുകൾ നേരത്തെ തന്നെ, അതായത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് ചെയ്ത് മടങ്ങിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീരമേഖലകളിലെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആളുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തുനിൽപ്പുണ്ട്. പ്രത്യേകിച്ചും കൊല്ലം, ചവറ, നീണ്ടകര തുടങ്ങി തിരുവനന്തപുരത്തിൻ്റെ ഭീമാപ്പള്ളി തുടങ്ങി പെരുമാതുറ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ തീരമേഖലയിലുള്ള ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാൻ കൂട്ടമായി എത്തിക്കൊണ്ടുവരുന്നൊരു കാഴ്ചയുമുണ്ട്. എന്തായാലും മോശം കാലാവസ്ഥയൊന്നുമല്ല. സാധാരണ 39°C വരെ ചൂട് തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ പോലും ആളുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ കഴിവുറ്റ പ്രവർത്തനം, അല്ലെങ്കിൽ പരമാവധി വിജയം വരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ആത്മാർത്ഥമായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഒരു 6 മണിയോടുകൂടിയായിരിക്കും വോട്ടിങ്ങിൻ്റെ ഒരു അവസാന കണക്ക്. അത് നമുക്ക് കൃത്യമായൊരു കണക്ക് ഏകദേശം വീണ്ടും രാത്രി 8 മണിയെങ്കിലും ആകും എത്ര ശതമാനം വോട്ട് കൃത്യമായി കിട്ടിയെന്നുള്ള വിവരം ലഭ്യമാകാൻ. അതിൽ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഇതാണ് 58%. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഏകദേശം 60%-ഓളം പോളിംഗ് പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സാധാരണഗതിയിൽ കള്ളവോട്ട് അല്ലെങ്കിൽ വോട്ട് മാറി ചെയ്യൽ തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെയും അങ്ങുമിങ്ങ് ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ഉയർന്നു വന്ന ഒരു പരാതി പത്തനംതിട്ടയിൽ നിന്നാണ്. പത്തനംതിട്ടയിൽ ഒരു കുമ്പഴ വടക്ക് LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ ഒരു വനിതാ സംവിധായക അവരുടെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ, കൈപ്പത്തിയിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ താമരയിലേക്ക് വോട്ട് മാറി, ചിഹ്നം മാറി വോട്ട് വീണു എന്നുള്ളൊരു പരാതിയുമായി എത്തിയിരുന്നു. ഏകദേശം 2 മണിക്കൂർ സമയം വേണ്ടി വന്നു ആ പരാതി പരിഹരിക്കാൻ.
ഇരിക്കുന്നതിന് അവസാനം അവർക്ക് അവർ പരാതിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. അത് മനഃപൂർവ്വം വോട്ട് തടസ്സപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ശ്രമമാണ് എന്ന തരത്തിലേക്ക് BJP അത് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. അത്തരത്തിൽ ചില സംഭവങ്ങൾ, അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും കൊതുരണ്ടങ്ങളിലൊക്കെ കള്ളവോട്ട് നടന്നതായുള്ള പരാതികളുണ്ടായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ചില ചലഞ്ച് വോട്ടുകളിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഇടുക്കിയിൽ 1-2 സ്ഥലത്ത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി വോട്ട് ചെയ്യാൻ പോയത് നേരിയ സംഘർഷത്തിലേക്കൊക്കെ നീങ്ങിയെങ്കിൽ പോലും വലിയ തരത്തിലുള്ള അക്രമ സ്വഭാവമുള്ള സംഭവങ്ങളൊന്നും തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ വലിയ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അത്രയധികം വാശിയോടുകൂടിയായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളും ഒക്കെ മുന്നോട്ട് പോയതും. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും മികവുറ്റവർ തന്നെയാണ്. അതുതന്നെയാണ് ഇത്രയധികം മത്സരത്തിന് വാശിയുണ്ടാകാനും ഇത്രയധികം ആളുകളെ, പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പിന്നിലെ വസ്തുത. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ, തിരുവനന്തപുരവും ആറ്റിങ്ങലും, ഇവിടെ രണ്ടിടത്തും കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ആറ്റിങ്ങലിലെ പാർലമെൻറ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്നവരെല്ലാം തന്നെ അവിടെ വളരെ നേരത്തെ തന്നെ എത്തുകയും രാഷ്ട്രീയ പാർട്ടികൾ വളരെ നേരത്തെ തന്നെ കളം നിറഞ്ഞ് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതേ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇതേ ഒരു രീതി തന്നെയായിരുന്നു സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഏകദേശം വളരെ നാൾ അല്ലെങ്കിൽ ദൈർഘ്യമേറിയ സമയം ഇവർക്ക് ഇലക്ഷൻ പ്രചരണത്തിന് കിട്ടി എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതേസമയം ആര് ജയിക്കും, അങ്ങനെ അത്തരം ട്രെൻഡിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിനോടൊന്ന് മെച്ചമായി പ്രവർത്തിച്ച് അണികളെ വോട്ട് ചെയ്യുന്നതിന് പ്രാപ്തരാക്കി അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വോട്ട് നിർണായകമാണ്. കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റുകൾ കിട്ടി. പിന്നീട് കേരള കോൺഗ്രസ് എം LDF പക്ഷത്തേക്ക് ചാഞ്ഞതോടുകൂടി 18-2 എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ആ 18 സീറ്റുകൾ അതേപടി നിലനിർത്തുകയോ അല്ലെങ്കിൽ 20-20 എന്ന നിലയിലേക്ക് എത്തിക്കുകയോ വേണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 1 സീറ്റും പിന്നീട് കേരള കോൺഗ്രസ് എം കൂടെ എത്തിയപ്പോൾ 2 സീറ്റായി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ 10 സീറ്റിൽ കുറയാതെ ഒന്നും തന്നെ CPM-ഉം അല്ലെങ്കിൽ LDF-ഉം പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം BJP-യിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട്, അതായത് 2019 വോട്ടിംഗ് വെച്ച് നോക്കുമ്പോഴേക്കും ആ കണക്ക് വെച്ച് നോക്കുമ്പോഴേക്കും BJP-ക്ക് കിട്ടിയ BJP സ്വന്തം വോട്ടല്ലാത്ത മറ്റ് ഇനത്തിൽ അല്ലെങ്കിൽ BJP അനുഭാവികളല്ലാത്തവരുടെ വോട്ട് കൂടുതലായി BJP-ക്ക് കിട്ടിയ ഒരു സാഹചര്യം 2019 അതിന് പ്രധാനപ്പെട്ട കാരണം ശബരിമലയിലുണ്ടായ സ്ത്രീ പ്രവേശനവുമായി സംബന്ധിച്ചുണ്ടാകുന്ന പ്രതിഷേധങ്ങളും അതിനുണ്ടായ പിന്തുണയുമൊക്കെയാണ് BJP-ക്ക് അത്തരത്തിൽ ഒരു വോട്ട് ഉണ്ടായ സാഹചര്യം. അതേ വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ടിംഗ് ശരാശരി ഇത്തവണ കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയണം. എന്നിരുന്നാൽ തന്നെയും അവരുടെ താരപ്രചാരകനായി പ്രധാനമന്ത്രി കേരളത്തിൽ വന്നുപോയതും പ്രധാനമന്ത്രി തന്നെ റോഡ് ഷോ സംഘടിപ്പിച്ചതുമൊക്കെ വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു. BJP-യുടെ ലക്ഷ്യം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും മറിച്ച് ചിന്തിക്കുന്നതുമില്ല. ഇത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് പരമാവധി സീറ്റ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ പോളിംഗ് പൂർത്തിയാകും. പിന്നീട് ക്യൂവിൽ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും. പുതുതായി എത്തുന്നവർക്ക് അവസരമുണ്ടാകില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. ശ്രുതി, വ്യക്തമാണ്. അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ശുഭപ്രതീക്ഷ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഒടുവിൽ